വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ 6ാം ക്ലാസ്സിലെ സയൻസ് ഭാഗം 1ഉം 2ഉം കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് 8ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഭാഗം 1ൽ 9 ചാപ്റ്ററുകളാണുള്ളത്. അതിൽ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററാണ് അളവുകളും യൂണിറ്റുകളും. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിളുകളും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. അടിസ്ഥാന അളവുകളും വ്യുൽപ്പന്ന അളവുകളും എന്താണെന്ന് നോക്കാം. ഭൗതിക അളവുകൾ അനവധിയുണ്ട്. അവയിൽ നീളം, മാസ്, സമയം, വൈദ്യുതപ്രവാഹ തീവ്രത, താപനില, പദാർത്ഥത്തിൻ്റെ അളവ്, പ്രകാശ തീവ്രത എന്നിവ അടിസ്ഥാന അളവുകളെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഏതൊക്കെയാണ്? നീളം, മാസ്, സമയം, വൈദ്യുതപ്രവാഹ തീവ്രത, താപനില, പദാർത്ഥത്തിൻ്റെ അളവ്, പ്രകാശ തീവ്രത എന്നിവ അടിസ്ഥാന അളവുകളെന്ന് അറിയപ്പെടുന്നു. ഇവയെ പരസ്പരം ബന്ധപ്പെടുത്തി മറ്റെല്ലാ അളവുകളെയും പ്രസ്താവിക്കാൻ കഴിയും. അപ്പോൾ എന്താണ് അടിസ്ഥാന അളവുകളെന്ന് നോക്കാം. പരസ്പരം ബന്ധം ഇല്ലാതെ നിൽക്കുന്നതും മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണ് അടിസ്ഥാന അളവുകളെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഭൗതിക അളവുകളിൽ ഏതാണ് അടിസ്ഥാന അളവുകളെന്ന് ചോദിച്ചാൽ പരസ്പരം ബന്ധമില്ലാതെ നിൽക്കുന്നതും എന്നാൽ മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണ് അടിസ്ഥാന അളവുകൾ. രണ്ട് സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം എന്നത് നീളം എന്ന ഭൗതിക അളവിനെ സൂചിപ്പിക്കുന്നു. പരപ്പളവ്, വ്യാപ്തം എന്നീ അളവുകളെ കണ്ടെത്താൻ നീളം എന്ന അടിസ്ഥാന അളവ് നമ്മൾ ഉപയോഗിക്കുന്നു. അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് കണ്ടെത്താവുന്ന മറ്റളവുകളെ വ്യുൽപ്പന്ന അളവുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് വ്യുൽപ്പന്ന അളവെന്ന് ചോദിച്ചാൽ അടിസ്ഥാന അളവ് ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളെ വ്യുൽപ്പന്ന അളവുകളെന്ന് വിളിക്കുന്നു. അപ്പോൾ അടിസ്ഥാന അളവ് എന്തായിരുന്നു? പരസ്പരം ബന്ധമില്ലാതെ നിൽക്കുന്നതും മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായിട്ടുള്ളതാണ് അടിസ്ഥാന അളവുകൾ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഭൗതിക അളവ് പ്രസ്താവിക്കാൻ അതിനെ മൂല്യം കാണിക്കുന്ന സംഖ്യയും യൂണിറ്റും ചേർത്ത് എഴുതണം എന്ന് പറയുന്നു. ഒരു ഭൗതിക അളവ് ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവർ അളന്നാലും ഒരേ അളവ് തന്നെ ലഭിക്കണം. അതിനായിട്ട് എല്ലാവരും നിശ്ചിതമായിട്ടുള്ള ഒരു അടിസ്ഥാന തോത് സ്വീകരിച്ചാൽ മതിയാകും. അപ്പോൾ അതിനെ ഭൗതിക അളവുകളുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് ഉണ്ട് എങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? കറക്റ്റായിട്ട് എല്ലാവർക്കും യൂണിഫോമിറ്റി ആയിട്ട് പ്രസ്താവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഭൗതിക അളവിനെ കൃത്യമായി പ്രസ്താവിക്കാൻ ലോകമെമ്പാടും അംഗീകരിക്കുന്ന തോതിനെയാണ് എന്ത് പറയുക? യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മുൻകാലങ്ങളിൽ എങ്ങനെയൊക്കെയായിരുന്നു യൂണിറ്റ്? ഒരടി, ഒരു മുഴം, ഒരു ചാൺ എന്നൊക്കെയാണ് പണ്ട് കാലങ്ങളിൽ യൂണിറ്റ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു രാജ്യത്തും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള യൂണിറ്റ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൃത്യത കുറവുണ്ടാവും. മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് അളവുകൾ വിശകലനം ചെയ്യാനായിട്ട് പ്രയാസമായിരിക്കും. അപ്പോൾ എന്നാൽ ഇത് നീളം അളക്കാനായിട്ട് ലോകത്തെ എല്ലായിടത്തും മീറ്റർ എന്ന യൂണിറ്റാണ് ഉപയോഗിക്കുക. ഇതുപോലെ മറ്റെല്ലാ ഭൗതിക അളവുകൾക്കും എന്തുണ്ട്? ലോകമെമ്പാടും അംഗീകരിച്ച യൂണിറ്റുകളുണ്ട്. ഇത് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി, അതായത് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റിൻ്റെ ചുരുക്കെഴുത്താണ് എന്ത്? SI യൂണിറ്റ് എന്ന് പറയാം. SI യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ലോകത്തെല്ലാവർക്കും ഒരേ അളവ് തന്നെയാണ് ലഭിക്കുന്നത്. നാം ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെയും ഉപകരണങ്ങളുടെയും എല്ലാം ഭാഗങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് നിർമ്മിച്ചാലും ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ഫാക്ടറികളിലും അതിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം? അസംബിൾ ചെയ്യാൻ പറ്റും, അല്ലേ? സംയോജിപ്പിക്കാനായിട്ട് സാധിക്കും. അതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ടുള്ളൊരു യൂണിറ്റ് എല്ലാത്തിനും ഉള്ളത് കൊണ്ടാണ്. ഒരേ ഭൗതിക അളവുകൾക്ക് തന്നെ വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത യൂണിറ്റുകൾ ആവശ്യമാണ്. താരതമ്യേന കൂടിയ അളവുകൾക്ക് വലിയ യൂണിറ്റുകളും കുറഞ്ഞ അളവുകൾക്ക് ചെറിയ യൂണിറ്റ്സുമാണ് ഉപയോഗിക്കുന്നത്. നീളത്തിൻ്റെ വിവിധ യൂണിറ്റുകൾ എന്തൊക്കെയാണ്? നീളത്തിൻ്റെ SI യൂണിറ്റ് നമുക്കറിയാം മീറ്ററാണ്. അപ്പോൾ അതിൻ്റെ പ്രതീകമാണ് സ്മോൾ ലെറ്റർ M. നീളത്തിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് ചോദിച്ചാൽ ഏതാണ്? മീറ്ററാണ്. 10/10/2022 മുതൽ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള കടകളിൽ 30 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കവറുകളുടെ വിൽപ്പന നിരോധിച്ചു. അപ്പോൾ പുതിയൊരു യൂണിറ്റാണ് എന്ത്? മൈക്രോൺ എന്ന് പറയുന്നത്, അല്ലേ? മൈക്രോൺ എന്നത് എന്താ? മൈക്രോമീറ്റർ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. മൈക്രോൺ എന്നത് എന്താണ്? മൈക്രോമീറ്റർ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. അപ്പോൾ ഒരു മീറ്റർ എത്ര മൈക്രോമീറ്റർ ആയിരിക്കും എന്ന് ചോദിച്ചാൽ ഒരു മീറ്റർ എന്നത് 10 ലക്ഷം മൈക്രോമീറ്ററാണ്. ഒരു മീറ്റർ എന്നത് 10 ലക്ഷം മൈക്രോമീറ്ററിന് തുല്യമാണെന്ന് ഓർക്കുക. സൗരയൂഥത്തിൻ്റെ അളവുകൾ നോക്കാം. അസ്ട്രോണമിക്കൽ യൂണിറ്റ് അഥവാ AU എന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇത് ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്.
ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. അപ്പോൾ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത് എന്താണ്? ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ്. ഇത് ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്താണ്? മാസിൻ്റെ വിവിധ യൂണിറ്റുകളെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് 10 ഗ്രാം അല്ലെങ്കിൽ 1 കിലോഗ്രാം, 10 കിലോഗ്രാം. അപ്പോൾ ഗ്രാമും കിലോഗ്രാമും ഒക്കെയാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെ എന്ത് പറയുന്നത്? അതിൻ്റെ മാസ് എന്ന് പറയുന്നു. മാസിൻ്റെ എസ് യൂണിറ്റാണ് കിലോഗ്രാം. കിലോഗ്രാമിൽ പ്രതീകം അറിയാം, സ്മോൾ ലെറ്റർ kg എന്നുള്ളതാണ്. മില്ലിഗ്രാമും ഗ്രാമൊക്കെ എന്താണ്? മാസിൻ്റെ ചെറിയ യൂണിറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 1000 മില്ലിഗ്രാമിന് തുല്യമായിട്ടുള്ളൊരു സംഖ്യയാണ്. അതുപോലെ മാസിൻ്റെ വലിയ യൂണിറ്റ്സ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അതാണ് ക്വിൻ്റൽ, ടണ്ണ് എന്നിവ. അപ്പോൾ മാസിൻ്റെ യൂണിറ്റ്സ് ഏതൊക്കെയാണ്? ഗ്രാം ഉണ്ട്, കിലോഗ്രാം ഉണ്ട്, മില്ലിഗ്രാം ഉണ്ട്, അതുപോലെ ക്വിൻ്റൽ ഉണ്ട്, ടണ്ണൊക്കെ ഉണ്ട്. ക്വിൻ്റലും ടണ്ണൊക്കെ വലിയ യൂണിറ്റ്സ് ആണെങ്കിൽ മില്ലിഗ്രാമും അതുപോലെ തന്നെ മില്ലിഗ്രാമും ഗ്രാമും ഒക്കെ ചെറിയ യൂണിറ്റ്സ് ആണെന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് യൂണിറ്റുകൾക്ക് കിലോഗ്രാമുമായിട്ടുള്ള ബന്ധം, അതായത് എത്ര ഈക്വലൻ്റ് ആണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. മില്ലിഗ്രാം, അതായത് 1 കിലോഗ്രാം എന്ന് പറയുന്നത് 10 ലക്ഷം മില്ലിഗ്രാമാണ്. 1 കിലോഗ്രാം എന്നത് 10 ലക്ഷം മില്ലിഗ്രാമും 1 കിലോഗ്രാം എന്നത് 1000 ഗ്രാമുമാണ്. അപ്പോൾ 1 കിലോഗ്രാം എത്ര മില്ലിഗ്രാം ആണെന്ന് ചോദിച്ചാൽ 10 ലക്ഷവും 1 കിലോഗ്രാം എന്നത് 1000 ഗ്രാമാണ്. 1 ക്വിൻ്റൽ 100 കിലോഗ്രാമാണ്. 1 ക്വിൻ്റൽ ഈക്വൽ ആയിട്ടുള്ളത് 100 കിലോഗ്രാമാണെന്ന് ഓർക്കുക. 1 ടണ്ണ് 1000 കിലോഗ്രാമാണ്. ഒരു ടണ്ണ് 1000 കിലോഗ്രാമാണ്. 1000 ഗ്രാം എത്രയാണ്? 1 കിലോഗ്രാമാണ്. സമയത്തിൻ്റെ വിവിധ യൂണിറ്റുകളെന്ന് പറഞ്ഞിട്ടുണ്ട്. സമയത്തിൻ്റെ SI യൂണിറ്റ് സെക്കൻഡാണ്. ഇതിൻ്റെ പ്രതീകം S ആണ്. സമയത്തിൻ്റെ യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് എന്താണ്? സെക്കൻഡാണ്, S ആണ് അല്ലേ. അല്ലാണ്ട് തന്നെ നമ്മൾ സമയത്തിന് ഏതൊക്കെ യൂണിറ്റ്സ് ഉപയോഗിക്കും? മിനിറ്റ്, മണിക്കൂറൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ വ്യാപ്തം, ഒരു വസ്തുവിൽ സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവാണ് അതിൻ്റെ വ്യാപ്തം. വ്യാപ്തത്തിൻ്റെ SI യൂണിറ്റാണ് ക്യൂബിക് മീറ്റർ. ഇത് m³ എന്ന പ്രതീകം ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇനിയാണ് സാന്ദ്രത. സാന്ദ്രതയുടെ SI യൂണിറ്റ് നമുക്ക് നോക്കാം. യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസിനെയാണ് സാന്ദ്രത എന്ന് പറയുന്നത് അല്ലേ. സാന്ദ്രത എന്ന് പറഞ്ഞാൽ മാസ് ഡിവൈഡ് ബൈ വ്യാപ്തമാണ്. മാസ് ഡിവൈഡ് ബൈ വ്യാപ്തം. അപ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നായിരിക്കും അതിൻ്റെ ഒരു യൂണിറ്റായിട്ട് വരിക. ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. കാരണം 8ാം ക്ലാസ്സിൽ കുറച്ചുകൂടി 6ാം ക്ലാസ്സിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്ത് തന്നെ പോകാം. അപ്പോൾ അളവുകളും യൂണിറ്റുകളും എന്ന് പറഞ്ഞാൽ ചാപ്റ്ററിൽ എന്തൊക്കെയുണ്ട്? പരസ്പരം ബന്ധമില്ലാതെ നിൽക്കുന്നതും മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളെ അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളാണെന്ത്? വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറഞ്ഞാൽ ഭൗതിക അളവ് പ്രസ്താവിക്കാൻ അതിൻ്റെ മൂല്യം കാണിക്കുന്ന സംഖ്യയും യൂണിറ്റും ചേർക്കണം. അപ്പോൾ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോകമെമ്പാടുമുള്ള കാര്യങ്ങൾ ഒന്ന് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു യൂണിഫോമിറ്റി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂണിറ്റ്സ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പണ്ട് ഉപയോഗിച്ചിരുന്ന യൂണിറ്റ്സ് ആണ് ഏതൊക്കെ? 1 അടി, 1 മുഴം, 1 ചാൺ എന്നൊക്കെയായിരുന്നു. അത് കൃത്യത കുറവും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ അപേക്ഷിച്ച് അവർക്ക് വിശകലന ശേഷി കുറവാണ് ഇത്തരം യൂണിറ്റ്സ് നമ്മൾ പറയുമ്പോഴത്തേക്കും അല്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു SI യൂണിറ്റ് അഥവാ ഇൻ്റർനാഷണൽ സിസ്റ്റം യൂണിറ്റ്സ് എന്നൊരു കാര്യം ഡെവലപ്പ് ചെയ്തെടുത്തു. അതിനെയാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരേ ഭൗതിക അളവുകൾക്ക് തന്നെ വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത യൂണിറ്റ്സ് ആവശ്യമാണ്. അങ്ങനെ താരതമ്യേന കൂടിയ അളവുകൾക്ക് വലിയ യൂണിറ്റ്സ് കൊടുക്കും, ചെറിയ അളവുകൾക്കാണെങ്കിൽ എന്ത് ചെയ്യും? ചെറിയ യൂണിറ്റുകൾ കൊടുക്കും. അങ്ങനെ നീളത്തിൻ്റെ കേസിൽ എന്താ വരുന്നത്? മീറ്റർ ആണല്ലേ വരുന്നത്. മീറ്റർ വരും. അതുപോലെ തന്നെ സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, അങ്ങനെ വേറെ യൂണിറ്റ്സുകളും ഉണ്ട്. പിന്നെ ഒരു മൈക്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം മൈക്രോമീറ്റർ ആണെന്ന് ഓർക്കുക. ഇനി അസ്ട്രോണമിക്കൽ യൂണിറ്റും നീളത്തിൻ്റെ ഒരു അണ്ടറിൽ വരുന്നൊരു കേസാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് 15 കോടി കിലോമീറ്ററാണ്. ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നതാണ് ഈ പ്രകാശവർഷമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തതാണ് മാസിൻ്റെ ആണെങ്കിൽ നമുക്കറിയാം ഏതൊക്കെയാണ്? കിലോഗ്രാം ഉണ്ട് അല്ലേ. SI യൂണിറ്റ് ആണ് കിലോഗ്രാം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ മില്ലിഗ്രാമും ഗ്രാമും അതുപോലെ ക്വിൻ്റലും ടണ്ണും ഒക്കെ എന്താണ്? മാസിൻ്റെ വിവിധ യൂണിറ്റുകളാണെന്ന് ഓർക്കുക. ഈ ഒരു ടേബിൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സമയത്തിൻ്റെ കേസിലാണെങ്കിൽ സമയത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? സെക്കൻഡാണ്. അത് കൂടാതെ മിനിറ്റ്, മണിക്കൂർ എന്നൊക്കെ ഉണ്ട്. വ്യാപ്തമാണെങ്കിലോ വ്യാപ്തത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? ക്യൂബിക് മീറ്റർ ആണ് അല്ലേ. ക്യൂബിക് മീറ്റർ ആണ്.
സാന്ദ്രത നമുക്കറിയാം എന്താണ്, മാസ് ഡിവൈഡ് ബൈ വ്യാപ്തമാണ്. മാസിനെ നമുക്കറിയാം കിലോഗ്രാം ആണ്, വ്യാപ്തമാണെങ്കിൽ ഏതാണ്, മീറ്റർ ക്യൂബാണ്. അപ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നുള്ളതാണ് ഇതിൻ്റെ സാന്ദ്രതയുടെ യൂണിറ്റ് ആയിട്ട് വരാം. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് അടിസ്ഥാന യൂണിറ്റ് അഥവാ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് നോക്കാം. 1960 പാരീസിൽ നടന്ന വിവിധ രാജ്യങ്ങളുടെ പൊതു സമ്മേളനം അളവുകളുടെ സംയോജിത സംവിധാനമായ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അഥവാ SI യൂണിറ്റുകൾക്ക് സാർവദേശീയ അംഗീകാരം നൽകി. ഇതനുസരിച്ച് എല്ലാ അടിസ്ഥാന അളവുകൾക്കും ഓരോ യൂണിറ്റുകളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ 1970 പാരീസിൽ നടന്ന രാജ്യങ്ങളുടെ പൊതു സമ്മേളനം, അതാണ് അളവുകളുടെ സംയോജിത സംവിധാനമായ ഈ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അഥവാ SI യൂണിറ്റിന് എന്ത് ചെയ്തു, സാർവദേശീയമായിട്ടുള്ള അംഗീകാരം കൊടുത്തത്. അങ്ങനെയാണ് ഈ ഒരു എല്ലാ അടിസ്ഥാന അളവുകൾക്കും ഓരോ യൂണിറ്റായിട്ട് വന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, അടിസ്ഥാന അളവുകളുടെ യൂണിറ്റാണ് അടിസ്ഥാന യൂണിറ്റ്. അപ്പോൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും SI യൂണിറ്റ് ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. നീളത്തിൻ്റെ SI യൂണിറ്റ് മീറ്ററാണ്, മാസിൻ്റെത് കിലോഗ്രാമും, സമയത്തിൻ്റെ സെക്കൻഡാണ്, താപനില കെൽവിൻ, വൈദ്യുത പ്രവാഹ തീവ്രത ആംബിയർ, പദാർത്ഥത്തിൻ്റെ അളവ് മോളാണ്, പ്രകാശ തീവ്രത കാൻഡില. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് പ്രതീകങ്ങൾ, അതായത് നീളം സ്മോൾ ലെറ്റർ M ആണെന്നും കിലോഗ്രാം സ്മോൾ ലെറ്റർ kg അതൊക്കെ നമുക്കറിയാം. പദാർത്ഥത്തിൻ്റെ അളവ് മോളാണ്, പ്രകാശ തീവ്രത CD അഥവാ കാൻഡിലയാണെന്ന് ഓർക്കുക. SI യൂണിറ്റുകളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഏകീകൃത യൂണിറ്റുകളാണ് അല്ലേ, അതായത് എല്ലായിടത്തും ഒരേ സെയിം യൂണിറ്റ് ആയിരിക്കും. അന്താരാഷ്ട്ര അംഗീകാരമുള്ളവയാണ്. ഇവയെ അടിസ്ഥാനമാക്കി മറ്റളവുകളുടെ യൂണിറ്റ്സ് പ്രസ്താവിക്കാനായിട്ട് കഴിയും. അപ്പോൾ അതാണ് SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി വ്യുൽപ്പന്ന യൂണിറ്റ് എന്താണ്, ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്താണെന്ന് നോക്കാം. വ്യുൽപ്പന്ന അളവുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വ്യാപ്തം, സാന്ദ്രത എന്നിവ വ്യുൽപ്പന്ന അളവുകളാണ്. അതായത് അവയുടെ യൂണിറ്റിനെയാണ് വ്യുൽപ്പന്ന യൂണിറ്റ്സ് എന്ന് പറയുന്നത്. മറ്റൊരു യൂണിറ്റ് കൊണ്ട് പ്രസ്താവിക്കാൻ കഴിയുന്നവയാണ് എന്ത്, വ്യുൽപ്പന്ന യൂണിറ്റ് അഥവാ ഡിറൈവ്ഡ് യൂണിറ്റ്സ്. വ്യുൽപ്പന്ന യൂണിറ്റുകളെ അടിസ്ഥാന യൂണിറ്റുകൾ പരസ്പരം ബന്ധപ്പെടുത്തി എഴുതാം. ഇവിടെ യൂണിറ്റുകൾ കണ്ടെത്തുന്നത് അടിസ്ഥാന യൂണിറ്റുകൾ പ്രയോജനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പം പരപ്പളവിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ എന്താണ്, നീളം ഇൻറ്റു വീതിയാണ്. അപ്പോൾ നീളത്തിൻ്റേത് മീറ്ററാണ്, വീതിയുടേത് മീറ്ററാണ്. അപ്പോൾ മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. പരപ്പളവിൻ്റെ യൂണിറ്റാണ് മീറ്റർ സ്ക്വയർ. ഇനി വ്യാപ്തം എങ്ങനെ കാണും? വ്യാപ്തം നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരമാണ് അല്ലേ, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. അപ്പോൾ മീറ്റർ ക്യൂബ് എന്ന് എഴുതാം. അതുപോലെ സാന്ദ്രത എങ്ങനെ കാണുന്നത്? സാന്ദ്രത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ബൈ വ്യാപ്തമാണ് അല്ലേ. അപ്പോൾ മാസിന് യൂണിറ്റ് കിലോഗ്രാമാണ്, വ്യാപ്തമാണെങ്കിൽ മീറ്റർ ക്യൂബാണ്. അപ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ ഇങ്ങനെയാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് നമ്മൾ കണ്ടെത്തുന്നത്. എങ്കിൽ വ്യുൽപ്പന്ന യൂണിറ്റുകൾക്ക് നിർവചനം എഴുതാം നമുക്ക്. അടിസ്ഥാന യൂണിറ്റ് ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളാണ് ഇപ്പോൾ പറഞ്ഞ ഡിറൈവ്ഡ് യൂണിറ്റ്സ് അഥവാ വ്യുൽപ്പന്ന യൂണിറ്റുകളെന്ന് പറഞ്ഞാൽ. അപ്പോൾ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും. എന്നാൽ വ്യുൽപ്പന്ന യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് അടിസ്ഥാന യൂണിറ്റ് ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണെന്ത്, വ്യുൽപ്പന്ന യൂണിറ്റുകളെന്ന് പറഞ്ഞാൽ. ഇനി ഈ ചാപ്റ്ററിലുള്ളത് ഇപ്പോൾ നമ്മൾ യൂണിറ്റുകൾ എഴുതുമ്പോൾ പാലിക്കേണ്ട കുറച്ച് നിയമാവലി അല്ലെങ്കിൽ പൊതു നിയമാവലി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഭൗതിക അളവ് ബലം, ശരിയായ രീതി ന്യൂട്ടൺ എന്ന് ക്യാപിറ്റൽ ലെറ്റർ വേണം എഴുതാനായിട്ട്. അപ്പോൾ വ്യക്തികളുടെ പേരിൽ നിന്ന് രൂപം കൊണ്ട യൂണിറ്റിലെ പ്രതീകങ്ങൾ എപ്പോഴും എന്തായിരിക്കും, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് വേണം എഴുതാനായിട്ട്. അപ്പോൾ ന്യൂട്ടൺ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ശാസ്ത്രജ്ഞൻ്റെ പേരിൽ നിന്നാണത് ഉരുത്തിരിഞ്ഞ് വന്നതല്ലേ. അപ്പോൾ അത് എഴുതുമ്പോൾ എപ്പോഴും എന്തായിരിക്കണം, ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതൊരു നിയമമാണ്. ഇനിയിപ്പോൾ നീളം, ഡെസ്കിൻ്റെ നീളം 60 സെൻറ്റിമീറ്റർ ആണ്. ഡെസ്കിൻ്റെ നീളം 60 സെൻറ്റിമീറ്റർ. അതായത് നമ്മളിപ്പോൾ ഒരു പ്രതീകം എഴുതിയെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് ശേഷം കുത്ത്, കോമ എന്നീ ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. 60 സെൻറ്റിമീറ്റർ ആണ് എന്ന് എഴുതിയതിന് ശേഷമായിരിക്കണം അവിടെ ഫുൾ സ്റ്റോപ്പ് വരേണ്ടത്. 60 സെൻറ്റിമീറ്റർ എഴുതിയിട്ടൊരു ഡോട്ട് ഇടാൻ അല്ലെങ്കിൽ ഒരു കോമയോ അങ്ങനെയൊന്നും അവിടെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ക്വസ്റ്റൻ എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ കുറച്ച് പ്രസ്താവന പോലെ തന്നിട്ട് ശരിയായ രീതിയിൽ എങ്ങനെയാണ് യൂണിറ്റ്സ് എഴുതുന്നത് എന്ന് ചോദിക്കാം. അപ്പോൾ ഈ ഒരു നിയമം അറിഞ്ഞിരുന്നാൽ നമുക്കതിന് ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കും. ശാസ്ത്രജ്ഞന്മാരുടെ പേരിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന കുറച്ച് അളവുകളാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുക. അതുപോലെ നമ്മളിപ്പോൾ ഒരു പ്രതീകം അത് എഴുതിയതിന് ശേഷം കുത്തോ കോമയോ അങ്ങനത്തെ ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. വാചകത്തിന് കുത്തോ കോമയോ ആവശ്യമെങ്കിൽ ഉപയോഗിക്കാമെന്നുള്ളതാണ്. അതായത് അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? 60 സെൻറ്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ ഡെസ്കിൻ്റെ നീളമാണ് 60 സെൻറ്റിമീറ്റർ. അപ്പോൾ അതൊരു വാചകം അവസാനിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ആ സെൻറ്റിമീറ്ററിന് ശേഷം എന്ത് ചെയ്യാം, ഫുൾ സ്റ്റോപ്പ് ഇടാം. അല്ലെങ്കിൽ ഈ വാചകത്തിന് ഇടയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, യൂണിറ്റിന് ശേഷം ഫുൾ സ്റ്റോപ്പ് ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല.
ഊർജ്ജത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ മീറ്റർ. യൂണിറ്റുകളുടെ ഗുണിതങ്ങളായിട്ട് വിൽപ്പന യൂണിറ്റ് എഴുതുമ്പോൾ അവയ്ക്കിടയിൽ അല്ലെങ്കിൽ സ്പേസ് ആവശ്യമാണ്. അപ്പോൾ അതൊന്ന് നോക്കുക. യൂണിറ്റുകളുടെ ഗുണിതങ്ങളായിട്ട് വിൽപ്പന യൂണിറ്റ് എഴുതുമ്പോൾ അവയ്ക്കിടയിൽ അല്ലെങ്കിൽ സ്പേസ് വേണം. ഇവിടെ നോക്കൂ, ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് കണ്ടോ, ന്യൂട്ടൺ മീറ്റർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുമ്പോൾ അത് 2 യൂണിറ്റിൻ്റെ ഗുണിതങ്ങളായിട്ടാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, അതിൻ്റെ സെൻറ്ററിലൊരു കുത്തോ കോമയോ നമുക്ക് ഇടാം അല്ലേ. അല്ലെങ്കിൽ ഒരു സ്പേസ് ഇട്ടിട്ട് എഴുതാം. ഒന്നെങ്കിൽ കുത്തിടാം, അല്ല എങ്കിൽ നമുക്ക് സ്പേസ് ഇട്ടിട്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ ഈ ഒരു 3-4 കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചിട്ട് എഴുതാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. അളവുകളെ പറ്റിയിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.